പ്രശ്നം ഇപ്പോൾ ഷമീർ ഭായ് ഞാൻ വിളിച്ചു ചോദിച്ചത് കുറെ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിന് 2 അല്ല 3 ലക്ഷം രൂപയ്ക്ക് തീർത്തുള്ളെങ്കിൽ 3, 5 ലക്ഷത്തിന് തീർത്തുള്ളെങ്കിൽ 5 ലക്ഷം. ആ പ്രശ്നം പരിഹരിക്കാൻ എത്ര രൂപ വേണോ അത്രയും രൂപ കലക്കേപ്പറമ്പിലെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുമെന്ന് അദ്ദേഹം നാടിന്റെ ആശങ്കയാണ് പറഞ്ഞത്. ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നാട്ടിലെ ആശങ്കകൾ പറയുക എന്നുള്ളതാണ്. അതിന് എത്ര ലക്ഷമായാലും ഇനി 5 ആയ 5 അത്ര രൂപ തന്നെ ചെലവാക്കിയിട്ട് നമ്മളതിന്റെ ശാശ്വത പരിഹാരം ഒരു ഉടനെ തന്നെ പരിഹരിക്കും. ഈ മുത്തിന്, ഈ രാഹുലിന് എങ്ങനെ നമ്മൾ കൈയടിക്കാതിരിക്കും? ആദ്യം തന്നെ ഒരു കൈയടി കൊടുക്കേണ്ടതുണ്ട്. കാരണം ആ കൈയടി കൊടുത്തു കഴിഞ്ഞിട്ട് പറയാം. കാരണം എന്ന് പറയുന്നത് ഇതാണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് പലരുടെയും ഉറക്കം കെടുത്തുന്നതും ഇത് തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ മുന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഒരു നാടിന്റെ പ്രശ്നം, ആ പ്രശ്നത്തോടൊപ്പം നിൽക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഒരു ജനപ്രതിനിധിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ആ ജനം അയാളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിടുന്നതും. ഈ തിരിച്ചറിവുകൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ജനപ്രതിനിധിമാർക്കും എന്തിന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. അതല്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് അല്ലേ? മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് തന്റെ ഇഷ്ടക്കാരെ ദേവസ്വം ബോർഡിൽ കുത്തി നിറച്ചുകൊണ്ട് ആ ദേവസ്വം ബോർഡിലെ ആളുകള് നടത്തുന്ന അഴിമതികൾ അവസാനം കോടതി ഇടപെട്ടപ്പോഴാണ് പുറത്തേക്ക് വന്നത്. അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ അഴിമതിയാണോ? അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോയത്. ഇത് ജനങ്ങളുടെ ആവശ്യമല്ലായിരുന്നല്ലോ. ജനങ്ങളുടെ ഇഷ്ടത്തിന് നേരെ വിപരീതമായ പ്രവർത്തനങ്ങളല്ല ഉണ്ടായത്. അതാണ് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വ്യക്തി പോലും പലപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അഡ്രസ് ചെയ്യാറില്ല എന്ന്. അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ? അതേ മുഖ്യമന്ത്രി തന്നെയാണ് ആദ്യം ഈ പറയുന്ന RSSകാരന്റെ കാല് നക്കിക്കൊണ്ട് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസത്തെ RSSന്റെ മുന്നിൽ കൊണ്ടുപോയി എഴുതി കൊടുത്തതും ഇതേ മുഖ്യമന്ത്രി തന്നെ. അതും ഈ മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്ത ഏതെങ്കിലും ഒരു CPMകാരൻ ഈ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇങ്ങനെ കോംപ്രമൈസ് ആകണമെന്ന് എപ്പോഴെങ്കിലും ആലോചിക്കുമോ? അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാകുമോ എപ്പോഴെങ്കിലും? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ മനസ്സ് എന്താണെന്ന് അറിയാത്ത മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാടിനെ, കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. നമ്മളെല്ലാത്തിലും വ്യത്യസ്തരാണല്ലോ. അപ്പോ വോട്ട് ചെയ്ത സഖാക്കളുടെ ആ ഏതെങ്കിലും ഒരു സഖാവ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പിണറായി വിജയന് വോട്ട് ചെയ്ത ഏതെങ്കിലും ഒരു സഖാവിന് അഭിപ്രായം ഉണ്ടാകുമോ? RSSന്റെ കാല് നക്കാൻ ഈ മുഖ്യമന്ത്രി പോകണമെന്നുള്ള അഭിപ്രായം ഏതെങ്കിലും ഒരു സഖാവിന് ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അവിടെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ജനപ്രതിനിധികൾ വ്യത്യസ്തരാകുന്നത്. ഈ രാഹുലിന്റെ കാര്യം നിങ്ങളൊന്ന് എടുത്ത് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ അവിടുത്തെ ഒരു പ്രശ്നം, അതിന് 3 അല്ല 5 അല്ല, എത്രയാണോ ആ പ്രശ്നത്തിന്, അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവാൻ എത്രയാണോ വേണ്ടത് അതങ്ങോട്ട് അനുവദിക്കുക. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ട് അങ്ങ് മാറ്റി വെക്കുക. അത് ആദ്യമേ എസ്റ്റിമേറ്റ് ഇട്ട് അല്ലെങ്കിൽ അതിന് എത്രയാകുമെന്നൊക്കെ തോന്നി, അല്ലെങ്കിൽ 2ൽ മുകളിൽ പോയാൽ അത് നടക്കില്ല, അല്ലെങ്കിൽ 3ന്റെ അകത്ത് നിൽക്കണം, 3ന് മുകളിൽ പോയാൽ നടക്കില്ല എന്നൊന്നുമില്ല. ഒരു കണ്ടീഷൻ ഇല്ല. അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, അതിനൊരു ശാശ്വത പരിഹാരമാവാൻ, അതിന് 5 ആണെങ്കിൽ 5, ഇനി അതല്ല അതിന് മുകളിലാണെങ്കിൽ അങ്ങനെ. മനസ്സിലായില്ലേ? ഇതാവണമല്ലോ ജനപ്രതിനിധി. ഇത് തന്നെയാണ് രാഹുലിനെ വ്യത്യസ്തരാക്കുന്നതും അതോടൊപ്പം പലരുടെയും കുരുപൊട്ടിക്കുന്നതും ഇത് തന്നെയാ. ഇതൊക്കെ കാണുമ്പോഴാണ് പലർക്കും ഈ പറയുന്ന തെറി വിളിക്കാനും അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ഒക്കെ തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. എന്താ കണ്ടത്? നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രാഹുൽ തന്റെ മണ്ഡലത്തില് സ്മൈൽ ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു 20 വീടുകളുടെ ഒരു നിർമ്മാണം, അതിന്റെ ആദ്യ ഘട്ടങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് തറക്കല്ലിടലും വീട് പണി പൂർത്തീകരിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില് 8ാമത്തെ വീടിന്റെ തറക്കല്ലിടാൻ സിനിമാ താരം തെൻവീറാമാണ് എത്തിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ആ തെൻവീറാം എത്തിയപ്പോഴ് ഈ പറയുന്ന അന്തംഗമ്മി സൈബർ അടിമകൾ, ഈ പറയുന്ന പിണറായി രാജാവിന്റെ അടിമകൾ, നെറികെട്ട വർഗങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ, ആ ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. എന്താണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്?
നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാഹുലിനെയും തെൻവിയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് AI നിർമ്മിത വ്യാജമായ ചിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തെറി വിളിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്. രാഹുലിനൊപ്പം തന്നെ ഈ തൻവിയെയും അധിക്ഷേപിക്കുക. എന്താ തൻവി ചെയ്ത തെറ്റ്? ഒരു പാവത്തിന് വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു ചടങ്ങില് രാഹുലിന്റെ കൂടെ പങ്കെടുത്തു എന്നുള്ളതാണ് തൻവി ചെയ്ത തെറ്റ്. അതിന് സഭ്യമല്ലാത്ത തെറിവിളികളുടെ പൂരമാ. ആ തെറിവിളികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ തൻവിയെയും രാഹുലിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യാജമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള AI ഫോട്ടോകൾ ചിത്രീകരിച്ച് അതിനോടൊപ്പമാണ് ഈ തെറിവിളികൾ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു ജനപ്രതിനിധി വ്യത്യസ്തനാകുന്നത്. അയാള് ഈ പറയുന്ന അധിക്ഷേപങ്ങൾക്ക് പിറകെ പോകുന്നില്ല, ഈ പറയുന്ന ആക്ഷേപങ്ങൾക്ക് പിറകെ പോകുന്നില്ല, പരിഹാസങ്ങൾക്കോ തെറിവിളികൾക്കോ പിറകെ പോകുന്നില്ല. മറിച്ച് മണ്ഡലത്തില് തന്റെ പ്രവർത്തനങ്ങള് ആ നാടിന് ഉപകാരപ്പെടുന്ന രീതിയിൽ, ആ നാട്ടുകാരുടെ ആവശ്യപ്രകാരം, അവരുടെ പൊതു പ്രശ്നങ്ങളിൽ, പൊതു ആവശ്യങ്ങളിൽ വ്യക്തമായ നിലപാടുകളോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള എല്ലാവിധ നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇപ്പൊ ഓരോ ദിവസം ഇങ്ങനെ ഓരോ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നിപ്പോ നമ്മള് അവിടെ ഒരു 9ാമത്തെ വീടിന് തറക്കല്ലിട്ടതിന് ശേഷമാണ് രാഹുൽ ഈ പറഞ്ഞ ഈ പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടത്. 9ാമത്തെ വീടിന്, ഈ ഇസ്മായിൽ ഭവന പദ്ധതിയിലെ 9ാമത്തെ വീടിന് രാഹുൽ തറക്കല്ലിടുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോ ഈ ഇടുന്ന കല്ലുകളൊക്കെ ഈ വെട്ടക്കാർക്ക്, ഈ വിചാരണ നടത്തുന്നവർക്ക്, ഈ തെറി വിളിക്കുന്നവന്മാർക്ക്, ഈ മാധ്യമ പ്രവർത്തകർക്ക് അവരുടെയൊക്കെ നെഞ്ചത്ത് തന്നെയാണ് ആ കല്ല് പോയി വീഴുന്നത്. ആ വേദന സഹിക്കാൻ പറ്റാതെയാണ് ഈ പറയുന്ന ചെന്നായ കൂട്ടങ്ങൾ ഈ ആക്രമണങ്ങൾ നടത്തുന്നത്, ഈ കരച്ചിലുകൾ നടത്തുന്നത്, ഈ കുരുപൊട്ടിയൊലിക്കലുകൾ നമ്മൾ കാണുന്നത്. അപ്പോ രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ അധിക്ഷേപങ്ങളെയോ ഈ പറയുന്ന വിചാരണയെയോ ഒന്നും രാഹുലിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുവാനോ അതിനെ സ്പർശിക്കുവാനോ കഴിഞ്ഞില്ല. അത് കാണുമ്പോൾ തന്നെയാണ് ഈ കുരുപൊട്ടലുകളൊക്കെ നമ്മൾ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് അയാൾ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജനം ആഗ്രഹിക്കുന്നിടത്ത് ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളിൽ വ്യക്തമായ ഇടപെടലുകൾ നടത്തുന്നു. അത് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കാരണം കാലാകാലങ്ങളായിട്ടും പലപ്പോഴായിട്ടും ജനങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫണ്ട് ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അയാൾ ആ പ്രവർത്തനങ്ങളെ ഒക്കെ സമീപിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് രാഹുലിനെ വ്യത്യസ്തനാക്കുന്നതും. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ രാഹുൽ പാലക്കാടിന്റെ മണ്ണില് വലിയ ഒരു സ്വീകാര്യനായ വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18,000-ൽ പരമാണ് അയാളുടെ ഭൂരിപക്ഷമെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് അയാൾ മത്സരിക്കുകയാണെങ്കിൽ, അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ അയാൾ പാലക്കാട് നിന്ന് മത്സരിക്കുകയാണെങ്കിൽ അയാളുടെ ഭൂരിപക്ഷം കൂടുകയല്ലാതെ അതിൽ ഒരു കുറവും സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. കാരണം ഈ 2 വർഷക്കാലം കൊണ്ട് പലപ്പോഴും പല ആളുകളും, പല രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള പല ആളുകളും പറയുന്നതും വാദിക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ്. രാഹുല് ഈ 2 വർഷക്കാലം എന്ന് പറഞ്ഞാൽ രാഹുൽ മത്സരിക്കുമ്പോൾ തന്നെ ഇനി ആകെ ഒരു 2 വർഷക്കാലം മാത്രമേ ഈ ഒരു കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു MLA എന്ത് ചെയ്യാനാണ്, എന്ത് സംഭവിക്കാനാണ് പാലക്കാടിന്റെ മണ്ണിൽ? അയാൾക്ക് എന്ത് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പല കോണുകളിൽ നിന്ന് കേട്ടിരുന്നു. അവിടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളുടെയും അതുപോലെ ഈ പറയുന്ന സ്നേഹത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വർഷമൊന്നും വേണ്ടടോ പ്രവർത്തിക്കാനും ഇച്ഛാശക്തിയും നട്ടെല്ലുമുള്ള ഒരുത്തനാണെങ്കിൽ ആ ആണൊരുത്തൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട് എന്തും സംഭവിക്കാൻ സാധ്യമാകുമെന്നുള്ള ഒരു ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. അത് തന്നെയാണ് രാഹുലിനെ വ്യത്യസ്തനാക്കുന്നതും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന വേട്ടക്കാരുടെ കുരുപൊട്ടിയൊലിക്കാനും അവരുടെ കരച്ചിലുകൾ, തേങ്ങിക്കരച്ചിലുകൾ നമ്മൾക്ക് കേൾക്കുവാനുമുള്ള അവസരമൊരുക്കുന്നതും ഇത് തന്നെയാണ്. കാരണം രാഹുലിന്റെ ഇത്തരത്തിലുള്ള തറക്കല്ലിടലുകളും അയാളുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ ഈ പറയുന്നവന്മാരുടെ നെഞ്ചത്ത് തന്നെയാണ് തറക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.
നെഞ്ചത്ത് തറക്കുക എന്ന് മാത്രമല്ല, അവർക്കാണെങ്കിൽ വല്ലാതെ വേദനിക്കുന്നുമുണ്ട്. കാരണം ഇതൊക്കെ വലിയ ചർച്ചയാവുകയുമാണ്. ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ആണെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇനി രാഹുൽ പങ്കുവച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതൊക്കെ ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് ജനം ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോ ഇവരെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ കുരുപൊട്ടലും ഈ കരച്ചിലും ഒക്കെ നമ്മൾക്ക് യഥേഷ്ടം കാണാൻ സാധിക്കുന്നതും. എനിക്ക് ഈ ചെങ്ങാതിനെ കാണുമ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ അസൂയ തോന്നുന്നുണ്ട്. ഇപ്പൊ ഇന്നും ഇന്നലെയും ഒക്കെ ഇയാളെ കാണുന്നത് മറ്റൊരു ലുക്കിലാണ്. ഇത്രയും കാലം ഈ പറയുന്ന മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നടന്ന വ്യക്തി ഇപ്പൊ മുണ്ടിൽ നിന്ന് മാറി പുതിയ രീതിയിലേക്ക് ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കൊണ്ടുവന്ന് ഇയാള് അല്ലെങ്കിലും എന്തൊരു സുന്ദരനാണല്ലേ. എന്താണല്ലേ, കരയാൻ വിധിക്കപ്പെട്ടവൻ ഇനിയും കരഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഈ വേട്ടയാടലുകൾക്ക് നിന്നു തരാൻ രാഹുലിന് കിട്ടില്ല. അതിന് രാഹുലിന് സമയവുമില്ല, സൗകര്യവുമില്ല. അയാൾക്ക് ഒരുപാടധികം ജോലികൾ പാലക്കാടിന്റെ മണ്ണില് ചെയ്തു തീർക്കാനുണ്ട്. അയാൾ ആ പ്രവൃത്തിയിൽ വളരെയധികം തിരക്കിലാണ്.